ഇന്നു മുതൽ വീണ്ടും മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. എന്നാൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന മഴയുടെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും കഴിഞ്ഞയാഴ്ച രാജ്യത്തുണ്ടായിരുന്ന കാലാവസ്ഥയുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്തത്ര തീവ്രത കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുകയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഖത്തറിലും ഒമാനിലും മഴയ്ക്ക് സാധ്യത അറിയിച്ചിട്ടുണ്ട്. ഖത്തറിൽ ഞായറാഴ്ച രാത്രി ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. കടൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയുമുണ്ട്. 2 മുതൽ 4 അടി വരെ ഉയരത്തിൽ തിരയടിച്ചേക്കും. ഇത് 8 അടി വരെ ഉയരാനും സാധ്യതയുണ്ട്. ഒമാനിൽ 23-ാം തീയതി മുതലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ന്യൂനമർദ്ദം നിലനിൽക്കുന്നതിനാൽ വാദികൾ നിറഞ്ഞൊഴുകുന്ന തരത്തിലുള്ള മഴയാണ് ഒമാനിൽ പ്രതീക്ഷിക്കുന്നത്. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഇത് നിലനിൽക്കും. വിവിധ തീവ്രതയിലുള്ള മഴയും ഇടിമിന്നലും കാറ്റിനും സാധ്യതയുണ്ട്. ബുറൈമി, നോർത്ത് അൽ ബാത്തിന, സൌത്ത് അൽ ബാത്തിന, അൽ ദാഹിറ, മസ്കറ്റ്, അൽ ധാഖിലിയ, നോർത്ത് അൽ ഷർഖിയ, സൌത്ത് അൽ ഷർഖിയ, മുസന്തം എന്നീ ഗവർണറേറ്റുകളിലാണ് പ്രധാനമായി മഴ മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ 75 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് UAE നേരിടുന്നത്. 100 കണക്കിന് പേർ വിമാനത്താവളങ്ങളിലും മാളുകളിലും മെട്രോ സ്റ്റേഷനുകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുങ്ങിയിരുന്നു. വൈദ്യുതി നിലച്ചു, കുടിവെള്ളം കിട്ടാതെയായി. പാർപ്പിട സമുച്ചയങ്ങളിലും സ്ഥാപനങ്ങളിലും വെള്ളവും കയറി. പ്രവാസികളടക്കം പലർക്കും കിടപ്പാടം നഷ്ടമായി. ബായിലെ മുഹസനയിലുള്ള ബഹുനില കെട്ടിടത്തിൽ താമസിച്ചിരുന്ന 100 കണക്കിന് കുടുംബങ്ങളെയാണ് കെട്ടിടത്തിന് ചെരിവ് നേരിട്ടതിനെ തുടർന്ന് ഒഴിപ്പിച്ചതും. കെട്ടിടത്തിന്റെ ഒരു വശത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെരിയുകയുമായിരുന്നുവെന്ന് താമസക്കാർ വെളിപ്പെടുത്തിയിരുന്നു. പലർക്കും കുലുക്കം അനുഭവപ്പെട്ടു. ഭൂകമ്പമാണെന്നായിരുന്നു പലരും കരുതിയിരുന്നത്. അടുത്തിടെ പെയ്ത കനത്ത മഴയാണ് കെട്ടിടത്തിന് തകരാറുകൾ സംഭവിക്കാൻ കാരണമായതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മഴ ശമിച്ചിട്ടും കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ ഇപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നും നിരവധി വാഹനങ്ങൾ ഒഴുകി നടക്കുകയാണെന്നും താമസക്കാർ പറയുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ മഴ ദുബായിലും ഷാർജയിലും ചൊവ്വാഴ്ചയോടെ ശക്തിയാർജിക്കുകയും ചെയ്തിരുന്നു. കനത്ത മഴയിൽ വിമാന സർവീസുകളും മുടങ്ങിയിരുന്നു. ദുബായിലേക്ക് വന്നുകൊണ്ടിരുന്ന വിമാനങ്ങൾ മറ്റു കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങി. ദുബായ് മാൾ ഓഫ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിരുന്നു. ദുബായിലെ പ്രധാന ഹൈവേ ഷെയ്ഖ് സായിദ് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതവും സ്തംഭിച്ചു. നിലവിൽ UAE സാധാരണ നിലയിലേക്ക് എത്തിയെന്നും മഴ ശമിച്ചെന്നുമാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇന്നു മുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ഇതുകൂടാതെ UAE കനത്ത മഴ വിതച്ച ആഘാതത്തിന് പിന്നാലെ പകർച്ചവ്യാധികളും ജനജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. കൊതുകും ഈച്ചയും പരത്തുന്ന രോഗങ്ങളായ ടൈഫോയിഡ്, ഡെങ്കിപ്പനി, ബാക്ടീരിയൽ അണുബാധകൾ എന്നിവ എമിറേറ്റ്സിൽ വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. പകർച്ചവ്യാധി വ്യാപനം മുന്നിൽ കണ്ട് ആശുപത്രികളും ഡോക്ടർമാരും സജ്ജരാണ് എന്നും അധികൃതർ അറിയിച്ചിരുന്നു. UAE ഈ ആഴ്ച രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ മഴയിൽ നിരവധി റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളുമാണ് വെള്ളത്തിനടിയിലായത്. ഒന്നിലധികം കമ്മ്യൂണിറ്റികളിലെ താമസക്കാർ അരയോളം വെള്ളത്തിൽ ദുരിതത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ പനി, വയറിളക്കം, ഛർദി എന്നിവ ബാധിക്കുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുമെന്നും ജബൽ അലിയിലെ ആസ്റ്റർ ഡി സീഡാർ ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ ജനറൽ പറയുകയും ചെയ്തു. കെട്ടിക്കിടക്കുന്ന മലിനജലം കൊതുകുകളുടെയും മറ്റു പ്രാണികളുടെയും പ്രജനന കേന്ദ്രമായി മാറും. മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ളവും മലിനമാകാൻ സാധ്യതയുണ്ടെന്ന് അണുബാധ നിയന്ത്രണ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.